ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹ ചാനലിനു വേണ്ടി ഞാൻ ഇന്നത്തെ ദിവസം അവതരിപ്പിക്കുവാൻ പോകുന്ന വിഷയം നീതി എന്ന തലക്കെട്ടാണ്. ജസ്റ്റിസ്. വളരെ സ്വാദുള്ളതാണ് ഈ വാക്ക് എനിക്ക് പലപ്പോഴും. ജസ്റ്റിസ്. എനിക്ക് തോന്നുന്നത് ഈവൻ ദൈവവിളി പോലും ഇതിനകത്താണ് ഒതുങ്ങി നിൽക്കുന്നത്. കർത്താവ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തില് അബ്രഹാമിനെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത്. അതിനെക്കുറിച്ച് പറയുകയാണ്, അബ്രഹാമിനെ കുറിച്ച് പറയാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്യുന്ന വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. ഇതാണ് ഉദ്ദേശം. ദിസ് ഈസ് എ പർപ്പസ്. അപ്പം ഇത് എനിക്ക് വളരെ പ്രകടമായി തോന്നുന്നത് അബ്രഹാമിന്റെ ദൈവവിളിയും കൂടെയാണിത്. നീ നീതി നടത്തില്ലെങ്കിൽ നീ എനിക്ക് ആര്? നീ ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ നീ എനിക്ക് ആര്? നിനക്ക് വിജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ടും നീതി നടപ്പിലാക്കുന്നില്ലെങ്കിൽ നീ എനിക്ക് ആരുമില്ല. അപ്പം ഈ ഒരു അർത്ഥത്തിലാണ് ദൈവം പ്രവാചകന്മാരെയും ദൈവം പിതാക്കന്മാരെയും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും, ഈവൻ രാജാക്കന്മാരെ പോലും ദൈവം ഉദ്ദേശിക്കുന്ന ഈ ആംഗിളിലാണെന്ന് മനസ്സിലാക്കണം. നീതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വലിയ ഒരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടു. ചിലപ്പോൾ നമുക്ക് തന്നെ പിടികിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഇതിനകത്തുണ്ട്. മനുഷ്യ ശരീരം തന്നെ ദൈവത്തിന്റെ നീതിയുടെ രൂപത്തിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. നീതിയുടെ രൂപത്തിൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കാലിൽ കണ്ണു പോയിട്ടില്ല, കണ്ണ് കാലിൽ വെച്ചിട്ടില്ല, ഉദരത്തെ എടുത്ത് തുടയിലും വെച്ചിട്ടില്ല, ഹൃദയത്തെ എടുത്ത് വയറ്റിലും വെച്ചിട്ടില്ല. നമ്മുടെ ശരീരം തന്നെ ദൈവത്തിന്റെ നീതിയെ വിളിച്ചോതുന്നതാണ്. എല്ലാം മംഗളമായി ക്രമപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ശരീരം ഒരു വശത്ത്. ഇതുപോലെ തന്നെ സർവർക്കും നീതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിര് കടന്നുള്ള ഒരു നീതിബോധവും നമുക്ക് വേണം എന്നുള്ളതാണ്. ത്രാസിൽ തൂക്കപ്പെടുന്ന നീതിയല്ല, അത് കച്ചവടക്കാരന്റെ നീതിയാണ്. ആ നീതിയല്ല ദൈവം താൻ അവതരിപ്പിക്കുന്ന നീതിയുടെ ഭാഗമായിട്ട് പറയുന്നത്. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, റോമാക്കാർക്ക് ലേഖനം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം, ശരിക്കും നീ ആരോഗ്യവാനാണെങ്കിൽ നിന്റെ ആരോഗ്യം കൊണ്ട് കെട്ടത് ചെയ്യാനില്ല, മോശമായത് ചെയ്യാനില്ല. നിന്റെ ആരോഗ്യം കൊണ്ട് അനാരോഗ്യനായ മനുഷ്യനെ നീ താങ്ങണം. അത് നിന്റെ നീതിയും ധർമ്മമാണ്. നിനക്ക് ആരോഗ്യം തന്നിരിക്കുന്നത് ഒരു നീതി നടത്താനാണ്. നിനക്ക് ജ്ഞാനം തന്നിരിക്കുന്ന ഒരു നീതി നടത്താനാണ്. നിനക്ക് നല്ല നല്ല ബോധ്യങ്ങൾ നൽകി അപ്രകാരം നിന്റെ ദൈവം തട്ടി ഉണർത്തുന്നത് തന്നെ ഒരു നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. നീതിയും ന്യായവും നടപ്പിലാക്കാൻ തന്നെയാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവം പ്രകടമായി പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടേണ്ട നീതി തനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്. ഒരു രൂപം ഭംഗിയാകുന്നത് ഈ നീതിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിയെ നാം നല്ലവണ്ണം ഭംഗിപ്പെടുത്തുന്നതും ഈ നീതിയുടെ അടിസ്ഥാനത്തിലാണ്. നീതിക്ക് അങ്ങനെ ഒരുപാട് വശങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പൊ നീതിയില് നിറഞ്ഞ സ്നേഹമുണ്ട്. സ്നേഹമില്ലെങ്കിൽ നിനക്ക് നീതി നടത്താനും പറ്റുകയില്ല. വളരെ വ്യക്തമായിട്ട് പറയുകയില്ലേ 1-ാം യോഹന്നാന്റെ ലേഖനത്തില് 4-ാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട്, കാണപ്പെട്ട നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും?
ആ സ്നേഹം ഒരു സ്ട്രക്ചറായിട്ട് ഫോം ചെയ്ത് പറയുകയാണ്. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കേണ്ട നിന്റെ കടമയും നിന്റെ നീതിയുമാണ്. ഒരു കുടുംബത്തെ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് ആ നീതി. അങ്ങനെ നിനക്ക് നിന്റെ സഹോദരനെയും നിന്റെ മാതാപിതാക്കന്മാരെയും നിനക്ക് കാണുന്ന മാതാപിതാക്കന്മാരെയും നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? ഞാൻ കാണുന്ന കാഴ്ചപ്പാട് ഇതുപോലും ഒരു നീതിയുടെ വകഭേദമാണ്. അപ്പൊ നീതി എന്നുള്ളത് വലിയ വിശാലമായ ഒരു ആശയത്തിൽ വരുന്ന ഒരു ആശയമാണ്. അപ്പോ എനിക്ക് കിട്ടേണ്ടത്, എനിക്ക് അത് ന്യായമായിട്ടുള്ളതാണെങ്കിൽ അതെനിക്ക് ലഭിക്കണം. ആ തരാൻ കഴിവുള്ളവൻ, ദൈവം അവന് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണം. അവന് ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് തരുന്നതിന് വേണ്ടി അവന് രൂപപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതവൻ തരുന്നില്ലെങ്കിൽ അവൻ മോഷ്ടിക്കുകയാണ്. മലാഖിയുടെ പ്രവചനത്തില് ഇതിന്റെ ഒരു ഒളിഞ്ഞ ഒരു ആശയമുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എത്ര സുന്ദരമായിരിക്കുന്നു, അതിനകത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ലോകം സ്വർഗമാണ്. അതിലെ കർത്താവ് ഈ ലോകത്ത് തന്നെ അതുണ്ട്, സ്വർഗമുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനം എല്ലാ സ്ഥലത്തും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോൾ ആ ജ്ഞാനത്തിലൂടെ പ്രകടമാകുന്ന നീതിയാണ്. സർവ്വ ചെടികളും ലതകളും വൃക്ഷങ്ങളും എല്ലാം വളരുന്നത് നോക്കുക. ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിലേക്ക് ഉയരുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഉയരുന്നത് അതിന്റെ അവകാശമാണ്. മനുഷ്യനും ദൈവത്തിന്റെ സ്നേഹത്തിലോട്ട് ഉയരുന്നത് മനുഷ്യന്റെ അവകാശമാണ്, അടിസ്ഥാനമായ അവകാശമാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിലോട്ട് ഉയരുമ്പോൾ അവൻ അപരനെ ബഹുമാനിക്കും, അപരനെ മാനിക്കും, അപരന് ന്യായം ചെയ്തു കൊടുക്കും എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളത് വളരെ ഗൗരവമായി ചിന്തിക്കുമ്പോൾ ആ സ്നേഹത്തിലും ആ നീതിബോധത്തിലും നമുക്ക് ദൈവത്തെ അനവരതം ആനന്ദിച്ചു കൊണ്ടിരിക്കാൻ പറ്റും. അനവരതം. അപ്പൊ ഇവിടെയാണ് സ്വർഗം എന്ന് പറയുന്ന ആശയം. നിനക്ക് നീതി നടത്താനുള്ള നല്ല ബോധ്യങ്ങൾ നിനക്കുണ്ടായാൽ നിന്റെ സഹോദരൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീ പിടിച്ചു പറിച്ചു മറ്റുള്ളവരെ ദരിദ്രരാക്കിക്കൊണ്ടിരിക്കും. നീ കച്ചവടക്കാരനാകും. കല്ലുകൾക്കിടയിൽ ആപ്പി ഇറുകിയിരിക്കുന്നത് പോലെയാണ് കച്ചവടത്തിൽ പാപം ഇറുകിയിരിക്കുന്നത് വചനം പറയുന്നു. അപ്പോ ആ കാപട്യത്തിനകത്ത് അനീതിയുണ്ട്, ശരിക്കും അനീതിയുണ്ട്. ആ കച്ചവടത്തിൽ അനീതിയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നീതിബോധമുണ്ടെങ്കിൽ 10 ഇരട്ടി അവന് ആനന്ദിക്കാൻ സാധിക്കും. ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഈ ആനന്ദത്തിന് വേണ്ടിയല്ലേ എല്ലാവരും പരക്കം പായുന്നത്? ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോയിട്ട് പണം മാത്രം കൂട്ടിവെച്ചിട്ട് എന്ത് കാര്യം? വചനം പറയും, സംതൃപ്തി തരാത്തതിന് വേണ്ടി നീ എന്തിന് അധ്വാനിക്കുന്നു എന്നത്. ഈ സംതൃപ്തി എന്നൊരു പദം തന്നെ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. കാരണം ഇത് ഏതിനെ സംതൃപ്തിപ്പെടുത്തുന്നു? മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ ആത്മാവിനെയും സംതൃപ്തിപ്പെടുത്തുന്നതാണ്. ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും മനസ്സിനെയും സംതൃപ്തിപ്പെടുത്തുന്നതാണ്. ആ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ അതിനകത്ത് ഒരു നീതിബോധവും ന്യായബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എനിക്ക് കിട്ടേണ്ടത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആ അനുഭവം എനിക്ക് ലഭിക്കും. ഒരു ചെടിയായിരിക്കട്ടെ, വൃക്ഷമായിരിക്കട്ടെ, അതിനെ വികൃതമാക്കാൻ നാം അനുവദിക്കപ്പെടുന്നില്ല. അതിനെ നന്നാക്കാനാണ് അനുവദിക്കുന്നത്. അപ്പം അതിനെ വികൃതമാക്കുക എന്ന് പറയുമ്പോൾ അതിനോട് ചെയ്യുന്ന അനീതിയല്ലേ? ഒരു മൃഗത്തെ ഭക്ഷണത്തിന് വേണ്ടി നാം കൊല്ലുന്നു, ഓക്കെ. പക്ഷേ അത് ഞുണ്ടി നടക്കുന്നതിന് ഞുണ്ടിയാക്കുക, അതിന്റെ കണ്ണ് ഒന്ന് തോണ്ടിപ്പറിക്കുക, എല്ലാം ഇൻജസ്റ്റിസ് ആണ്. അപ്പം ഇതെല്ലാം ഒരുപാട് ഇൻജസ്റ്റിസ് ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. വളരെ വ്യക്തമായി ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 3-ാമത്തെ വാക്യത്തില്
കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക നമ്മുടെ ധർമ്മമാണ്. എനിക്ക് ആ ജോലിയല്ല, പോലീസിന്റെ ജോലിയാണെന്ന് പറഞ്ഞ് മാറുന്നവരുണ്ട് പലരും. പരദേശിയോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്, അനാഥരോടും അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത്, ഈ സ്ഥലത്ത് നിരപരാധിന്റെ രക്തം വീഴ്ത്തുകയും അരുത്. ആബേലിന്റെ രക്തം കായേൻ വീഴ്ത്തിയപ്പോൾ, സ്വന്തം സഹോദരൻ വീഴ്ത്തിയപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ എന്താണ് ഈ ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം ഈ ഭൂമിയിൽ നിന്ന് എന്നെ നോക്കി നിലവിളിക്കുന്നു. അന്യായമായി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന്റെ വേദന അനുഭവിക്കുന്ന ആത്മാക്കളിൽ നിന്നും അവന്റെ ശരീരത്തിൽ രക്തം അതിനാൽ ചീറ്റപ്പെട്ട് ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അവന്റെ രക്തവും എന്റെ ദൈവത്തിന് നോക്കി നിലവിളിക്കും. ദൈവം അതിനുത്തരം പറയാനുണ്ട്. അപ്പം നാം വളരെ ഗൗരവമായിട്ട് ഇത് കാണണം. ഇപ്പൊ നീതിബോധം ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ദൈവത്തിന്റെ ദൈവവിളിയാണ്. ഒരു മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്ന, അന്യായമായി ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നമ്മൾ പോകാനല്ല നമ്മുടെ ധർമ്മം അനുവദിച്ചിട്ടുള്ളത്. അവന് രക്ഷിക്കാനും അവനെ സംരക്ഷിക്കാനും നമ്മുടെ നീതി ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് എന്റെ കാര്യം, അവന്റെ കാര്യം, അവൻ ചാകട്ടെ, ജീവിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നവരാണ് ഇന്നത്തെ ലോകത്ത് പലരും. അവിടെയൊക്കെ ദൈവം ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ ക്രൂരന്മാരെ കുറിച്ച് പറയുകയാണ് ദൈവം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്തിട്ട് പ്രതിഫലം നൽകാതിരിക്കുന്നവൻ ശക്തൻ. ഇതെല്ലാം നമുക്ക് എക്സംഷനൊക്കെ പറയാം, ആത്മാവിൽ എക്സംഷൻ പറയാൻ പറ്റില്ല. നമുക്ക് തന്ത്രങ്ങൾ ഉപയോഗിക്കാം, ഭരണതന്ത്രങ്ങൾ ഉപയോഗിക്കാം, ആത്മാവിന് പറ്റിയില്ല. ആത്മാവിന് നേരെ പോവാൻ ഒരുപാട് ഡിപ്ലോമാറ്റിക് സമീപനങ്ങൾ, അപ്രോച്ചസ് ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷേ ആത്മാവിൽ പറ്റില്ല. കാരണം ദൈവത്തിന്റെ ദാനമാണ് ഈ ആത്മാവ്. അതിന് നേരാവണ്ണം പോകാനും നേരാവണ്ണം ചിന്തിക്കാനും മാത്രമേ അറിയാവുള്ളൂ. അത് മനുഷ്യന്റെ വിചാരം കൊണ്ട് അതിനെ അഴുക്കാക്കുമ്പോ ദൈവം ചോദിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദൈവം ഒരുപാട് നന്മകളൊക്കെ ആ നന്മയായിട്ട് കാണാനും നീതിബോധം വേണം. ഈ ലോകത്ത് ഒരുപാട് നന്മകൾ ദൈവം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ നന്മയായിട്ട് കാണാനുള്ള നീതിബോധം നമുക്ക്, ആ നീതിബോധം ഉണ്ടെങ്കിൽ അവൻ ദൈവത്തെ അനവരതം സ്തുതിക്കും, അനവരതം ആരാധിക്കും. നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ, ദൈവം നൽകുന്ന രാജ്യം സ്വന്തമാക്കാൻ നീതിയോടെ പ്രവർത്തിക്കുക. നീതിയോട്. ഇപ്പൊ ദൈവം നൽകുന്ന രാജ്യം മാത്രമല്ല, ദൈവം സൃഷ്ടിച്ചതും സ്വന്തമാക്കുന്നതിന് നീ നീതിയോടെ കണ്ടാൽ നിന്നോട് സ്നേഹം ഉണ്ടാകും. പ്രപഞ്ചത്തിന് നീതിയോടെ പ്രവർത്തിച്ചാൽ നിന്നോട് നിശ്ചയമായും എന്റെ ദൈവത്തിന് നിന്നോട് സ്നേഹം തോന്നും. ദൈവത്തിന് നിന്നോട് സ്നേഹം തോന്നിയാൽ മാത്രം മതി നീ രക്ഷ പ്രാപിക്കും, യാതൊരു സംശയമില്ല. കാരണം നീതിയെ സ്നേഹിക്കുന്നത്, നീ ഏത് ജാതിയിൽപ്പെട്ടവനോ ഏത് മതത്തിൽപ്പെട്ടവനോ ഏത് സമൂഹത്തിൽപ്പെട്ടവനോ പ്രശ്നമില്ല, നീതി ചെയ്യണം, നേരായ മാർഗം തിരഞ്ഞെടുക്കണം. ഒരു വക്രബുദ്ധി ഒന്നും നമുക്ക് ഇതിനകത്ത് വേണ്ട. നീ വക്രബുദ്ധി കാണിച്ചിട്ട് നിനക്ക് എന്ത് നേടിയെന്നാണ്? പാപം ചെയ്തിട്ട് നിനക്ക് എന്ത് നേടി? ദൈവത്തെ വെറുത്തിട്ട് നിനക്ക് എന്ത് നേടി? ഇത്രയും സ്നേഹധമനായ ദൈവം കുരിശോളം തന്റെ ജീവനെ ഉയർത്തിയിട്ട് അവിടെ ബലിയായിത്തുന്ന, മനുഷ്യർക്ക് വേണ്ടി ബലിയായിത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ എത്ര കണ്ട് വാഴ്ത്തിയാലും മതി വരുമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ള ദൈവത്തെ കുറിച്ച് നിനക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും?
ഒരിക്കലുമില്ല. നിങ്ങളുടെയൊക്കെ തോന്നിയാസത്തില്, നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തില് ദൈവം എനിക്ക് തന്നില്ല, അത് തന്നില്ലേ, ഇത് തന്നില്ലേ, എനിക്ക് ദുഃഖം തന്നില്ലേ, ഇതൊക്കെ നമ്മള് ചോദിക്കുന്നില്ലേ? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ ദൈവവിളിയും ഇതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകനോട് ഒരു ചുരുൾ നീട്ടിക്കൊടുക്കുകയാണ്. നീട്ടിക്കൊടുത്തപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് ദുഃഖവും പരിദേവനങ്ങളെല്ലാം. ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകനായിരിക്കട്ടെ, ആ പ്രവാചകന്റെ മുമ്പിൽ ദൈവം ഒരു വേദനയുടെയും ദുഃഖത്തിന്റെയും ചുരുളെടുത്ത് നീട്ടുമ്പോ ഏത് പ്രവാചകനും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ നിനക്ക് നിന്റെ നീതി ബോധത്തിന്, നീ നല്ല ഒരു പ്രവാചകനായി മാറുന്നതിന് നിനക്ക് ഇത് വേണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10, 11, 12, 3-ാം അധ്യായം 1, 2, 3 ഇത് വാക്യങ്ങളിലാണ്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന് കൊടുക്കുന്ന ഒരു നീതിയുടെ വേറെ സംവിധാനം നമുക്ക് കാണുവാൻ സാധിക്കും. നീ അഹങ്കരിച്ചാൽ എനിക്ക് എതിരായിട്ട് ചെയ്ത അനീതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവന് ഒരു പിശാചിന്റെ മുള്ള് കൊടുക്കുകയാണ്. പിശാചിന്റെ മുള്ള് തിന്മയാണെങ്കിലും അതുകൊണ്ട് ഇവൻ 100 ഇരട്ടി നന്മ ചെയ്യാൻ സാധിക്കും. നീ പ്രവചനത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് പിശാചിന്റെ മുള്ള് തന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നീതിബോധത്തിന്റെ ഒരു ഭാഗമാണ്. നീ അന്യായമായി ജീവിക്കരുത്, അഹങ്കാരത്തിൽ ജീവിക്കരുത് എന്ന് പറയുന്ന ഒരു ഭാഗമാണത്. നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അപ്പോ ഇതെല്ലാം നമുക്ക് കൂട്ടിയ. അപ്പോ എസെക്കിയേൽ പ്രവാചകൻ ആ ചുരുളെടുത്ത് വായിക്കകത്ത് വീണപ്പോഴ് അപ്പോഴാ എസെക്കിയേൽ പ്രവാചകന് ചെറിയൊരു പശ്ചാത്താപം ഉണ്ടാകുക. അയ്യോ, ഞാൻ ഇത് തിരസ്കരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും തേനെപ്പോലെയും തേൻകട്ടയെപ്പോലും മധുരിക്കുന്ന ഈ സാധനം ഞാൻ നഷ്ടപ്പെടുത്തിയേനെ. അപ്പൊ എന്റെ ബലഹീനതയിൽ ആ മുള്ളു വന്നാൽ, അല്ലെങ്കിൽ എന്റെ ബലഹീനതയിൽ ആ ദുഃഖം വന്നാൽ എന്റെ ജീവിതത്തിന്റെ മഹത്വമാണത്. ഞാൻ നീതി, ദൈവത്തിന്റെ നീതി, ഞാനിപ്പോ പറയുന്നത് മുഴുവനും മനുഷ്യന്റെ നീതിയൊന്നും അല്ല. ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ നീതി. ആ ദൈവത്തിന്റെ നീതി അറിയുന്നവന് അവന് ദൈവവിളി ഉണ്ട്. ദൈവത്തിന്റെ നീതി അറിഞ്ഞവൻ അവൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു. അവൻ പിന്നെ തകരില്ല. അപ്പൊ ഈ ദൈവത്തിന്റെ നീതി ബോധത്തില് നമ്മൾ വളരുവാൻ വിളിക്കപ്പെടുന്നതാണ്. ഇതെല്ലാം നമുക്ക് കാണുവാനുള്ള ആശയത്തിൽ നാം നിറഞ്ഞിരിക്കുകയും ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ആശയം. ഈ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ നീതിയുടെ മാനദണ്ഡത്തെ പറ്റി പറയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് നീതിയുടെ മാനദണ്ഡത്തെ കുറിച്ച് പറയുന്നത് സങ്കീർത്തനം 15-ാം അധ്യായം 1 മുതൽ 5 വരെ, നിഷ്കളങ്കമായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നതാണ് നീതിയുടെ മാനദണ്ഡം. ഒരു സുതാര്യത അതിനകത്തുണ്ടാകും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നീതിയുടെ മാനദണ്ഡം അതാണ്. അപ്പം ഇത് വളരെ പ്രകടമായി ദൈവം നമുക്ക് തരുന്ന നീതിയെക്കുറിച്ചുള്ള ചില ആശയമാണ്. അത് സ്വാദുള്ളതാണ്. സ്നേഹം പോലെ, ദൈവസ്നേഹം പോലെ സ്വാദുള്ളതാണ് ദൈവനീതി. ദൈവനീതി അടങ്ങിയിരിക്കുന്നത് ആ ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. നമ്മുടെ മനസ്സിൽ ഈ സ്നേഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണെന്ന്? നീതി നടപ്പിലാക്കാനാണ്. അന്യരെ വെറുക്കാനില്ല, അന്യരെ തകർക്കാനില്ല, അന്യരെ വെറുക്കാനില്ല. നീതി, ഞാൻ ഈ കാണുന്ന സ്നേഹം തന്നെ ഒരു വലിയ നോളജാണ്, അറിവാണ് സ്നേഹം. ആരും ഉപേക്ഷിക്കാതെ എല്ലാവരെ പറ്റിയും മനസ്സിലാക്കുന്ന സ്നേഹം, ഉൾക്കൊള്ളുന്ന സ്നേഹം, അതനുസരിച്ച് കൊടുക്കാൻ വിളിക്കപ്പെടുന്ന സ്നേഹം. അപ്പോ ആ സ്നേഹം ഒത്തിരി നോളജ് നമുക്ക് കൊണ്ടുവരുന്നില്ലേ? അതിന്റെ അർത്ഥത്തില് ആ സ്നേഹം നോളജ് തന്നെയാണ്. അപ്പം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിബോധവും, അതില് ദരിദ്രരോടും അഗതികളോടും ന്യായം നടത്തിക്കൊടുത്ത് എന്ന് പറയുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. കർത്താവ് സൃഷ്ടിച്ചപ്പോ കർത്താവിന്റെ സൃഷ്ടി എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. അതിനകത്തൊരു നീതിബോധം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ
22 അധ്യായം 16 വാക്യത്തിൽ അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്ത് അന്ന് എല്ലാം നന്നായിരുന്നു. എന്നെ അറിയുക എന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് രക്ഷിച്ചു. എന്നെ അറിയുക എന്നത് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ. അപ്പൊ എല്ലാം നന്നായിരിക്കുന്നു, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 30-31 1 അധ്യായം 30 പറയുന്ന ആശയം തന്നെ ഈ നീതിയിലെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന ആശയമാണ്. ആ നീതി സ്വകരാർഹമാണ്, ആ നീതി സൗന്ദര്യമാണ്, ആ നീതി ജ്ഞാനമാണ്, ആ നീതി ഭയങ്കര ആകർഷണീയമാണ്. ഇതെല്ലാം കർത്താവ് ആ നീതിബോധത്തിൽ നടത്തിയിരിക്കുകയാണ്. അതിനാണ് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ആ ആശയം വളരെ ശക്തമായിട്ടുണ്ട്. എല്ലാം നന്നായി, ആ നീതിയിൽ എല്ലാം നന്നായിരിക്കുന്നു. ഈ മൂത്ത മകന് കൊടുക്കേണ്ട ബഹുമാനം മുത്തമ്മന് കൊടുക്കണം, അപ്പന് കൊടുക്കേണ്ട ബഹുമാനം അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം അമ്മയ്ക്ക് കൊടുക്കണം, ഇളയന് കൊടുക്കേണ്ട സ്നേഹം ഇളയന് കൊടുക്കണം. അതാണ് കുടുംബജീവിതത്തിന്റെ നീതി. അതില്ലാതെ അപ്പനെ തിരസ്കരിക്കുക, അപ്പനെ അടിക്കുന്ന, അമ്മയെ അടിക്കുക, തല്ലുക, ഇതെല്ലാം ഗുരുത്വം നഷ്ടപ്പെട്ടു വന്ന ഒരു കുടുംബജീവിതത്തിന്റെ തകർച്ചയാണ്. എവിടെ ഈ നീതിബോധം തകർന്നു പോകുന്നു അവിടെ എല്ലാം തകരും. അപ്പൊ അതുകൊണ്ട് ഈ നീതിബോധത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം. അത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധമായ സ്നേഹത്തിലാണ്. പരിശുദ്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന സ്നേഹമൊന്നും അല്ല. പരിശുദ്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന സ്നേഹം, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്നേഹം, ആ സ്നേഹമാണ്. അപ്പൊ നീതിബോധം വളരെ ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രവാചകന്മാരുടെയും ദൈവങ്ങളുടെ പിന്നിൽ ഇതുണ്ട്. എല്ലാ അപ്പോസ്തലന്മാരുടെയും ദൈവങ്ങളുടെ പിന്നിൽ ഇതുണ്ട്. അബ്രാഹാമിനെ പോലും നിന്നെ ഞാൻ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 19 വാക്യത്തിൽ. എന്തിനാണ്? നീതിയും ന്യായവും നടത്തുന്നതിനാണ് നിന്നെ വിളിച്ചത്. അങ്ങനെ നിനക്ക് നടത്താൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നില്ല. എനിക്കാരുമില്ല എന്ന് പറയേണ്ട ഗതികേട് നമ്മളോട് പറയുകയാണ് ദൈവം. നീ നീതി നടത്തില്ലെങ്കിൽ എനിക്ക് നീ ആരുമില്ല. നീ ധർമ്മം സ്ഥാപിക്കുന്നില്ലെങ്കിൽ എനിക്ക് നീ ആരുമില്ല. നിസ്വാർത്ഥമായ സ്നേഹം പതിരില്ലാതെ അളവില്ലാതെ നിനക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ എനിക്ക് ആരുമില്ല. ദൈവം നിറച്ചാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ കയ്യിൽ തരുന്നു. ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അവസാനം അവൻ തന്നെ മാംസം ധരിച്ച് മാംസമായി, അപ്പമായി, പാനീയമായി നമ്മുടെ കയ്യിൽ തരുന്നു. ആ പ്രോസസ് കണ്ടോ? അത്രയ്ക്കും നിറഞ്ഞ ദൈവം നമ്മുടെ കയ്യിൽ തരുന്നു. നിന്നെ വിശ്വസിക്കുന്നു, നീ നീതിമാനെന്ന് വിശ്വസിക്കുന്നു, ധർമ്മിഷ്ഠനെന്ന് വിശ്വസിക്കുന്നു, സ്നേഹമുള്ളവനെന്ന് വിശ്വസിക്കുന്നു, നീ ഒരു കലർപ്പില്ലാത്തവനെന്ന് വിശ്വസിക്കുന്നു, നേരായ കാര്യങ്ങൾ നടത്തുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിന്റെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. കുറച്ചുകൂടെ ട്രെയിനിങ് കൊടുക്കുകയാണ്. 12 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തില് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് മരുഭൂമിയിലോട്ട് ചെല്ലാൻ. അപ്പൊ സർവ്വതും ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് സർവ്വതും ഉപേക്ഷിച്ച് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ദൈവത്തെ മുഴുവനും വേണമെന്ന് പറയുന്ന ഒരു ഭാഷ അതിനകത്തുണ്ട്. എനിക്ക് ഈ ലോകസുഖം ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവത്തെ പൂർണ്ണമായി വേണം എന്ന് ധ്വനി അതിനകത്തുണ്ട്. അപ്പൊ ദൈവത്തെ പൂർണ്ണമായിട്ട് വേണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് നീതി വേണം, ദൈവത്തിന്റെ അളവറ്റ സ്നേഹം വേണം, ദൈവത്തിന്റെ ജ്ഞാനം വേണം, അറിവ് വേണം, ദൈവത്തിന്റെ പങ്കുവയ്ക്കൽ വേണം. ഇതല്ലേ പ്രിയപ്പെട്ടവരെ സ്വർഗം. അതുകൊണ്ട് നീതിമാന്മാരായിരിക്കുക. നീതിമാന്മാരല്ലെങ്കിൽ ദൈവം തന്റെ നാവിൽ നിന്നെ തുപ്പിക്കളയും. നീതിമാനായിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം നിരന്തരം അനുഭവിച്ച നീതിമാനായിരിക്കുക. കാരുണ്യവാനായ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ ഭക്തിയോട് ഒന്ന് പ്രാർത്ഥന ചൊല്ലാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ നല്ല ദൈവമേ, എൻ്റെ സ്നേഹമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് ജ്ഞാനത്തെ തുറന്നു തരണമേ കർത്താവേ, ജ്ഞാനത്തെ തുറന്നു തരണം. ഞങ്ങളുടെ മനസ്സിന് വിശാലമായി ഒരു അനുഭവം ഉണ്ടാക്കി തരണം. ഇടുങ്ങിയ മനസ്സിതൊന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. നീ പ്രപഞ്ചത്തിൽ ഇത്രയും സമ്പത്ത് നീ കൊടുത്തിരിക്കുകയാണ്, നിന്റെ ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. എന്തിന് ഞങ്ങൾക്ക് ഇടുങ്ങിയ മനസ്സിന്? ആ മനസ്സിതൊന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. നിരന്തരം നിന്നെ അറിഞ്ഞ് മുന്നോട്ട് നീങ്ങുവാനുള്ള
പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമേ. അന്യരോടും അയൽക്കാരോടും നിന്റെ സ്നേഹം പങ്കുവെച്ച് ജീവിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. എല്ലാം നിന്റെ പരിശുദ്ധമായ തിരുവിഷ്ടത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ആരെയും താർക്കാൻ നിനക്ക് ഇഷ്ടമല്ല, വളർത്താനാണ് നീ ഇഷ്ടപ്പെടുന്നത്. നിന്റെ കരങ്ങളെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവേ, നിന്റെ കരങ്ങളിൽ ഞാൻ ഇവരെയും സമർപ്പിക്കുന്നു. ഇവർക്കുള്ള കുറവുകളെല്ലാം നീ എടുത്തു മാറ്റി നിന്റെ സ്നേഹം ധാരാളം വർഷിച്ച് ആത്മശക്തി കൊടുക്കണമേ, ആത്മജ്ഞാനം കൊടുക്കണമേ. അങ്ങനെ അവരെ നീ വളർത്തണമേ കർത്താവേ. ഒന്നിനും കുറവില്ലാതെ ഈ ജനത്തെ നീ നയിക്കണമേ. ഒപ്പം ഇവർക്ക് രോഗസൗഖ്യവും ആത്മസൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇവരെ കാത്തുരക്ഷിക്കണമേ കർത്താവേ. സർവ്വ അപമാനങ്ങൾ തകർച്ചകളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഇവരെ പൂർണ്ണമായും നീ രക്ഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ.